ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിനി കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് A4 ഷീറ്റ് സൈസിൽ അതേപോലെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നീളത്തിൽ അത് ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 പോർഷനായിട്ടാണ് കിട്ടുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് അതിൽ ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് നീളത്തിൽ മടക്കി കൊടുക്കുക. ഇനി ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് മടക്കുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ വരച്ച ലൈൻ വരെ ചെറുതായി ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ പേപ്പർ നിവർത്തി നമ്മൾ ഏത് സൈഡിലേക്കാണോ മടക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഗം ഉപയോഗിച്ച് അതിൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ സ്റ്റെം സെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഞാൻ ഗ്രീൻ കളർ ടേപ്പ് ഉപയോഗിച്ചിട്ട് അതിന് ചുറ്റി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഇതില്ലാത്തവരുണ്ടെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ചുരുട്ടി സ്റ്റെം പോലെ ആക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ കട്ട് ചെയ്യാത്ത ആ ഭാഗത്ത് ഗമ്മ് തേച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റെം ഉപയോഗിച്ചിട്ട് അത് പതുക്കെ ചുറ്റി കൊടുക്കാം. നമ്മളിത് ചുറ്റി കൊടുക്കുന്ന സമയത്ത് താഴേക്കായിട്ട് ഇതിൽ കാണുന്നത് പോലെ താഴേക്കായിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 മിനിറ്റിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കതിൻ്റെ ലീവ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് സിസർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഗമ്മു തേച്ച് അത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.